ഉല്ലൂകലേ ബദ്ധമുദാരശൗര്യം ഉത്തുംഗയുഗ്മാർജുനബംഗലീലം ഉൽഫുല്ല പഞ്ചയത ചാരുനേത്രം ബലം മുകുന്ദം മനസാ സ്മരാമി. വ്യാസപുത്രനായ ശുകൻ എങ്ങനെയാണ് വൈരാഗ്യം പ്രാപിച്ചത് എന്നാണ് യുധിഷ്ഠിരൻ്റെ അടുത്ത ചോദ്യം. യുധിഷ്ഠിര, ശുകൻ ചെറുപ്പത്തില് വലിയ തത്വബോധമോ ധർമ്മനിഷ്ഠയോ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പ്രാകൃതനായിട്ടാണ് ജീവിച്ചു പോന്നത്. എങ്ങനെയെങ്കിലും പുത്രനെ ഒന്ന് ഉത്ബദ്ധനാക്കി ധർമ്മനിരതനാക്കണമെന്ന് വ്യാസഭഗവാൻ തീരുമാനിച്ചു. ഒരു ദിവസം പുത്രനെ വിളിച്ച് മുമ്പിലിരുത്തിയിട്ട് വ്യാസൻ ഉപദേശിക്കാൻ തുടങ്ങി. മകനെ, നീ കാര്യബോധം ഇല്ലാണ്ടാണ് ജീവിക്കണത്. അത് ശരിയല്ല. ശ്രേയസ്സിനുള്ള മാർഗം അറിഞ്ഞു വേണം ജീവിക്കാൻ. അധപതനൊന്നും ഉണ്ടാകാതെ ഈ ലോകത്തും മരണാനന്തരം പരലോകത്തും ശ്രേയസ്സോടുകൂടി വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ ശ്രേയസ് ഉണ്ടാവണമെങ്കിലോ അതിന് ധർമാചരണം മാത്രമേ വഴിയുള്ളൂ. ധർമാചരണം മാത്രമാണ് ശ്രേയസ്സിനും സുഖത്തിനും സമാധാനത്തിനുമുള്ള ഏക മാർഗം. അതുകൊണ്ട് മകനെ, നീ എപ്പോഴും ധാർമ്മികനായിട്ട് വേണം ജീവിക്കാൻ. ദേവന്മാരെയും പിതൃക്കളെയൊക്കെ യജിക്കുക, അതിഥികളെ ശുശ്രൂഷിക്കുക, ആർത്തന്മാരെയും അഗതികളെയും സേവിക്കുക, ഗുരുജനങ്ങളെയും ഈശ്വരനെയും പൂജിക്കുക. ഇതൊക്കെയാണ് ധർമ്മത്തിൻ്റെ മുഖ്യ ഘടകങ്ങൾ. സത്യം, അഹിംസ, ബ്രഹ്മചര്യം ഇതൊക്കെയും ധർമ്മസ്വരൂപങ്ങൾ തന്നെയാണ്. അവയെല്ലാം തെറ്റുകൂടാതെ ആചരിക്കണം. അങ്ങനെ ധാർമ്മികനായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇഹപരലോകങ്ങളിൽ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ കഴിയുള്ളൂ. അറിയേണ്ടതിനെ എപ്പോഴും അറിയാൻ ശ്രമിക്കണം. അജ്ഞാനം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഒരു പ്രകാരത്തിൽ അന്ധകാരാണ്. അന്ധനായ ഒരാൾക്ക് തനിക്ക് വേണ്ടതിനെ എല്ലാം ശരിയാവും വണ്ണം കാണാൻ കഴിയണില്ലല്ലോ. അതുപോലെയാണ് അജ്ഞാനിക്ക് താൻ വേണ്ടതൊന്നും ശരിയാവും വണ്ണം അറിയാനോ ആചരിക്കാനോ കഴിയുന്നില്ല. അറിവില്ലാണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് ജീവനെ പല വിധത്തിലും ദുഃഖിപ്പിക്കുന്നത്. കർമ്മത്തിന് എപ്പോഴും എവിടെയും ഒരു തടസ്സവും ഇല്ല. ചെയ്തു കഴിഞ്ഞാലോ പിന്നെ ഫലം അനുഭവിച്ച് തന്നെ തീരണം. അതുകൊണ്ട് സത്കർമ്മങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. നരകലോകത്തിൽ പോലും നാലാ തരത്തിലുള്ള നരകയാതനകൾ അനുഭവിക്കലും ജനിച്ച് ജീവിക്കേണ്ടി വരണതും ഒക്കെ കർമ്മഫലങ്ങളാണ്. കാലസ്വരൂപങ്ങളായ ആദിത്യ ചന്ദ്രന്മാരും വായുവും എപ്പോഴും ഈ ശരീരത്തിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരാണ് ജീവൻ്റെ എല്ലാ കർമ്മങ്ങളെയും കാണുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യണത്. ഇവയില്ലാണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നും ഇല്ല. അതുകൊണ്ട് ഇവര് എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താ, ഈ ആള് സത്കർമ്മിയാണോ ദുഷ്കർമ്മിയാണോ എന്നാണ്. അതനുസരിച്ചിട്ടാണ് കർമ്മഫലം നമ്മളിൽ വന്നു ചേരണത്. ധർമ്മനിഷ്ഠയിൽ ഉറച്ചിട്ട് സത്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആപൽസ്വരൂപങ്ങളും ദുഃഖസങ്കടങ്ങളുമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയും. പാപയോനിയിൽ ജനിക്കേണ്ടി വരണതാണ് അധപതനം എന്ന് പറയണത്. ധർമ്മിഷ്ഠനായാലോ ഈ പാപയോനിയിൽ ജനിക്കാതെ കഴിക്കാം. സംസാരത്തിൻ്റെ അതിർത്തിയിൽ തന്നെ ജീവിക്കലാണ് സുരക്ഷിതാവസ്ഥ. അതിന് ധർമ്മനിഷ്ഠ മാത്രം പോരാ. അനേക ജന്മഫലങ്ങളുടെ പുണ്യമായിട്ടാണ് ഒരിക്കലെങ്കിലും ഒരു മനുഷ്യജന്മം വീണു കിട്ടുന്നത്. അതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് ഈ സംസാരക്കുടുക്കിന്ന് ഒരിക്കലും വിട്ടുപോവാൻ കഴിയാതെ വരണത്. അതുകൊണ്ടെന്താ, വീണ്ടും ജനന മരണങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നു. ജ്ഞാനമാണ് എല്ലാത്തിലും ശ്രേഷ്ഠമായ വസ്തു. ജ്ഞാനം കൊണ്ട് മാത്രമാണ് ഒരാള് സിദ്ധനും മുക്തനും ചാരിതാർത്ഥ്യനും ഒക്കെ ആയിത്തീരുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാള് ധർമാചരണം കൊണ്ട് പരിശുദ്ധനും
വൈരാഗ്യം കൊണ്ട് നിസ്സംഗനും തപശക്തി കൊണ്ട് വീര്യശാലിയും ആവാൻ ശ്രമിക്കണം. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ തൃപ്തിയും സമാധാനവും ഉണ്ടായിത്തീരൂ. ലോകത്തിലെ ഏത് അനുഭവത്തിനും ജീവികളുടെ ആയുസ്സിനും എന്താണ് നിയമം എന്ന് മനുഷ്യന് അറിഞ്ഞുകൂടാ. മനുഷ്യ പ്രജകൾക്ക് അതൊക്കെ അനിശ്ചിതങ്ങളാണ്. എപ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്നോ എങ്ങനെ സംഭവിക്കുന്നുവെന്നോ ഒന്നും ആർക്കും യാതൊരു രൂപവും ഇല്ല. എന്തിനു പറയണു, താൻ എപ്പോഴാ മരിക്കാന്ന് പോലും മനുഷ്യന് അറിഞ്ഞുകൂടാ. യാതൊന്നും ആർക്കും മുൻകൂട്ടി അറിയാൻ കഴിയണില്ല. അതുകൊണ്ട് ചെയ്യാനുള്ള സൽക്കർമ്മങ്ങളെ നാളേക്ക് എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതിരിക്കുക. ബുദ്ധിമാന്മാരെന്താ ചെയ്യുക? നാളെ ചെയ്യേണ്ടതിന് ഇന്ന് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തപസ്, ജ്ഞാനസമ്പാദനം ഇതൊന്നും ഒരിക്കലും നീട്ടിവെക്കരുത്. ഇന്ന് തന്നെ അങ്ങോട്ട് സാധിക്കണമെന്ന് മനസ്സിൽ നിരൂപിച്ച് അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ രോഗങ്ങളും ജരാനരകളും വാർദ്ധക്യവും ഒക്കെ ശരീരത്തെ ആക്രമിച്ച് മരണത്തെ അടിമപ്പെടുത്തുന്നതിന് മുമ്പ് മൃത്യുസ്വരൂപമായ ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മുക്തി നേടാൻ കഴിയൂ. ഇങ്ങനെയുള്ള വ്യാസന്റെ ഉപദേശങ്ങളാണ് യുധിഷ്ഠിര ശുകനെ ശുഗമഹർഷിയാക്കി തീർത്തത്, ശുകനെ ജ്ഞാനിയാക്കി തീർത്തത്. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.